നമസ്കാരം. അതിരമ്പുഴ സ്വദേശിനി ജയനമ്മയുടെ തിരോധാന കേസിലെ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക്. കേസുമായി ബന്ധപ്പെട്ട നിർണായക കണ്ടെത്തലാണ് പോലീസ് നടത്തിയിരിക്കുന്നത്. പ്രതി പള്ളിപ്പുറം ചോങ്ങുംതര CM സെബാസ്റ്റ്യന്റെ കാറിൽ നിന്ന് കത്തി, ചുറ്റിക, ഡീസൽ മണമുള്ള കന്നാസ്, പേഴ്സ് എന്നിവ ക്രൈംബ്രാഞ്ച് സംഘം കഴിഞ്ഞ ദിവസം രാത്രി കണ്ടെത്തി. വെട്ടിമുകളിൽ സെബാസ്റ്റ്യന്റെ ഭാര്യയുടെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ മിന്നൽ പരിശോധനയിലാണ് കേസിൽ നിർണായകമാകുന്ന തെളിവുകൾ കിട്ടിയത്. വീട്ടിൽ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു സെബാസ്റ്റ്യന്റെ കാർ. ഇതോടെ ഭാര്യയ്ക്കും ഇതിൽ പങ്കുണ്ടോ എന്ന സംശയം ബലപ്പെടുകയാണ്. ഭാര്യ സുബിയെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും തനിക്കൊന്നും അറിയില്ല എന്നായിരുന്നു പോലീസിനോട് അവർ പറഞ്ഞത്. കാറിൽ നിന്നും പിടികൂടിയ 20 ലിറ്ററിന്റെ കന്നാസിൽ ഡീസൽ വാങ്ങിയതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സെബാസ്റ്റ്യന്റെ ചേർത്തലയിലെ വീട്ടിൽ നിന്ന് കത്തിക്കരിഞ്ഞ നിലയിൽ വാച്ചിന്റെ ഡയലും ചെരുപ്പുകളും കഴിഞ്ഞ ദിവസം കണ്ടെടുത്തിരുന്നു. ഇതേസമയം മൊബൈൽ ഫോൺ കണ്ടെത്താനായില്ല. കോട്ടയത്ത് നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘമാണ് ഇന്നലെ രാത്രി വെട്ടിമുകളിലെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയത്. സെബാസ്റ്റ്യനെ കോടതി 7 ദിവസത്തേക്ക് കൂടി ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടു. ഏറ്റുമാനൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി A. നിസാമാണ് കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചത്. പ്രതി സെബാസ്റ്റ്യൻ തന്നെ എന്നതിന് തെളിവുണ്ടെന്നും കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമാണെന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. സെബാസ്റ്റ്യന്റെ ചേർത്തലയിലെ വീട്ടുവളപ്പിൽ നിന്ന് ലഭിച്ച മൃതദേഹം അവശിഷ്ടങ്ങൾ സ്ത്രീയുടേതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ജയനമ്മയുടേതാണെന്ന് സ്ഥിരീകരിക്കാൻ DNA പരിശോധനാ ഫലവും മറ്റ് രാസപരിശോധനാ ഫലങ്ങളും ലഭിക്കേണ്ടതുണ്ട്. ജയനമ്മയുടെ ഫോൺ കണ്ടെത്തണം. പ്രതിയുടെ മൊഴികളിൽ പലതും വിശ്വസിക്കാനാവുന്നതല്ലെന്നും ചില കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കോടതിയെ അറിയിച്ചു. തറയിലും ഭിത്തിയിലുമായി കൂടുതൽ ഇടങ്ങളിൽ രക്തക്കാരുടെ സാന്നിധ്യവും കണ്ടെത്തിയിട്ടുണ്ട്. ഒരു ജോഡി റബ്ബർ ചെരുപ്പം കിട്ടി. കടകരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭനെ കാണാതായ കേസ് അന്വേഷിക്കുന്ന സംസ്ഥാന ക്രൈംബ്രാഞ്ചാണ് പോലീസ് സഹകരണത്തോടെ പരിശോധന നടത്തിയത്. ഭൂമിക്കടിയിൽ 10 മീറ്റർ ആഴത്തിലുള്ള അസ്വാഭാവിക സാധനങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചായിരുന്നു തിരച്ചിൽ. പള്ളിപ്പുറത്തുള്ള സെബാസ്റ്റ്യന്റെ വീട്ടിന്റെ തെക്ക് ഭാഗത്ത് 9 ഇടങ്ങളിലും വടക്ക് കിഴക്ക് ഭാഗത്ത് 3 ഇടത്തും കുഴിച്ചു പരിശോധിച്ചു. ഉച്ചയ്ക്ക് 12 മുതൽ 4 വരെയായിരുന്നു സെബാസ്റ്റ്യന്റെ വീട്ടിലെ പരിശോധന. തുടർന്നാണ് ചേർത്തല ശാസ്താംകാവിലുള്ള റോസമ്മയുടെ വീട്ടുവളപ്പിലും ഇതേ സംവിധാനം ഉപയോഗിച്ച് പരിശോധിച്ചത്. റോസമ്മയുടെ വീട്ടിലെ കോഴി വളർത്താനായി കെട്ടിയ ഷെഡിൽ നിന്ന് റഡാറിൽ സിഗ്നൽ കിട്ടിയിരുന്നു. എന്നാൽ ഇവിടം പൊളിച്ചു പരിശോധിക്കേണ്ട സാഹചര്യമില്ലെന്ന നിലപാടിലാണ് ക്രൈംബ്രാഞ്ച്. കാണാതായ ഐഷയുടെ അയൽവാസിയും കൂട്ടുകാരിയുമായിരുന്നു റോസമ്മ. 2013 ഐഷയെ കാണാതാകുന്ന കാലത്ത് ഇവർക്ക് സെബാസ്റ്റ്യനുമായി സൗഹൃദം ഉണ്ടായിരുന്നെന്ന് പോലീസിന് കിട്ടിയ വിവരം. ഐഷയെ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെടുത്തിയതിലും റോസമ്മയ്ക്ക് പങ്കുണ്ടായിരുന്നുവെന്ന് കരുതുന്നു. ഐഷയുടെ പണമിടപാടുകളിലും ഇവർക്ക് ബന്ധമുണ്ടായിരുന്നുവെന്നാണ് സൂചന. സൗഹൃദത്തിന്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാതെ തന്നെ വിചാരണ ചെയ്യുകയാണെന്ന് റോസമ്മ പറഞ്ഞു. ബന്ധുക്കൾക്ക് ചോറിൽ വിഷം കലർത്തി നൽകി 17-ാം വയസ്സിൽ തന്നെ ക്രിമിനൽ സ്വഭാവം പുറത്തു കാട്ടിയയാളാണ് സെബാസ്റ്റ്യൻ എന്ന് സമീപവാസികൾ പറയുന്നു. ദുരൂഹ സാഹചര്യത്തിൽ 3 സ്ത്രീകളെ കാണാതായ കേസിൽ പ്രതിയായ സെബാസ്റ്റ്യന് പണ്ട് മുതലേ ക്രിമിനൽ സ്വഭാവം ഉണ്ടായിരുന്നുവെന്നാണ് ഇവർ പറയുന്നത്. സ്വത്ത് തർക്കത്തിന്റെ പേരിൽ പിതാവിന്റെ അടുത്ത ബന്ധുക്കൾക്കാണ് വിഷം നൽകിയത്. തലനാഴിഴയ്ക്കാണ് അവർ 3 പേരും അന്ന് രക്ഷപ്പെട്ടതെന്നും പറയുന്നു. തുടർന്ന് സഹോദരങ്ങളുമായും അയൽവാസികളുമായും സെബാസ്റ്റ്യൻ പല ഘട്ടങ്ങളിലും തർക്കമുണ്ടായിട്ടുണ്ട്. സൗമ്യരെന്ന് തോന്നുമെങ്കിലും പക തോന്നിയാൽ പല വഴികളിലൂടെ ആക്രമിക്കുന്നതാണ് ഇയാളുടെ സ്വഭാവം. SSLC വരെ പഠിച്ച ഇയാൾ പഠനശേഷം സ്വകാര്യ ബസ് ക്ലീനറായും ടാക്സി ഡ്രൈവറായും ജോലി ചെയ്തു. അതുവഴിയാണ് വാഹന വസ്തു വിൽപ്പന ഇടനിലക്കാരനായത്. ആദ്യം ഒരു അംബാസഡർ കാറും പിന്നീട് പഴയ ഇന്നോവയും സ്വന്തമാക്കി. അപ്പോഴെല്ലാം പണം പലിശയ്ക്കും നൽകിയിരുന്നു. കടത്തിലായവരെ പണം നൽകി സഹായിച്ച് അവരുടെ ഭൂമിയും സ്വന്തമാക്കിയിരുന്നു. 50-ാം വയസ്സിലാണ് ഏറ്റുമാനൂരുകാരി സുബിയുമായുള്ള വിവാഹം. ശേഷം ഏറ്റുമാനൂരിലായിരുന്നു സെബാസ്റ്റ്യന്റെ താമസം. എന്നാൽ പകലും പല രാത്രികളിലും പള്ളിപ്പുറത്തെ വീട്ടിലെത്തുമായിരുന്നു. വിവാഹം കഴിഞ്ഞ് 4-ാം വർഷമാണ് ആൺകുട്ടി ജനിച്ചത്. ഭാര്യയും മകനും ഏതാനും ദിവസം മാത്രമേ പള്ളിപ്പുറത്തെ വീട്ടിൽ താമസിച്ചിട്ടുള്ളൂ. പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട് ഇപ്പോഴും പിതാവ് മാത്യുവിന്റെ പേരിലാണെന്നും സമീപവാസികൾ പറയുന്നു.